ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 38 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ അരിമത്തയിലെ യോസേഫ് രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദോമോസും ചേർന്ന് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം യേശുവിനെ അടക്കം ചെയ്തു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അരിമത്തയിലെ യോസേഫ് രഹസ്യമായി യേശുവിന്റെ ശിഷ്യനായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഈ നിക്കോദോമോസ് എന്ന പരീശനായ രഹസ്യ ശിഷ്യനെ കുറിച്ച് തെളിവായി എഴുതപ്പെട്ടിട്ടുണ്ട്. മോശയുടെ ക്രമപ്രകാരം തീവ്രമായി വൈരാഗ്യമുള്ളവരാണ് പരീശന്മാർ. അവരുടെ മാർഗത്തിലും നിയമത്തിലും ഉറപ്പായിരിക്കുന്നവരാണ് പരീശന്മാർ. ഫിലിപ്പിയർ 3:5-6 പ്രകാരം ശൗലായ പൗലോസ് പരീശന്മാരുടെ നിരയിൽ വൈരാഗ്യമായിരുന്ന ഒരു തീവ്രവാദി. അതുകൊണ്ടാണ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ എന്ന് പറയുന്നത്. മത്തായി 5:20 നമ്മുടെ ദൈവം ശാസ്ത്രിമാരുടെ നീതി പരീശന്മാരുടെ നീതി എന്ന് കുറിപ്പിടുന്നു. ഈ രീതിയിൽ അവർ നിലനിൽക്കുന്നു. ശാസ്ത്രികൾ എന്നവർ ഈ സിദ്ധാന്തത്തെ ഉപദേശിക്കുന്നവർ, പരീശന്മാർ ഈ സിദ്ധാന്തത്തെ കൈക്കൊള്ളുന്നവർ. എന്തായാലും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്നത് അവരുടെ അവകാശമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-10 വചനത്തിൽ നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ കർത്താവ് ഇതിനെ ഉപമകളായി കുറിക്കുന്നു. അതിനെ പരീശന്മാരുടെ പ്രാർത്ഥന എന്ന് നാം കാണാം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഈ പരീശന്റെ ജീവിതം പാപത്തിന് എതിരായിട്ടുള്ളതാണ്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് പരീശന്റെ നീതി. പക്ഷെ ദൈവം ഇതിനെ അംഗീകരിക്കുന്നില്ല. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവനല്ല, ഇവനത്രേ നീതീകരിക്കപ്പെട്ടവനായത്. ഇവിടെ നമുക്ക് കർത്താവ് പരീശന് എതിരായും ചുങ്കക്കാരന് ആദരവായും തീർപ്പ് കൊടുക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വേറൊരു ഉപമയെ നമ്മുടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ പരീശനും ശാസ്ത്രിമാരും പിറുപിറുത്ത്, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറയുന്നു. അവർക്ക് അവൻ പറഞ്ഞ ഉപമയാണിത്. ഈ ഉപമയിൽ വേശ്യകളുടെ അടുത്തും ദാസികളുടെ അടുത്തും തന്റെ വസ്തു നാനാവിധമാക്കിയ ഇളയ മകനെയും അപ്പന് പൂർണ്ണമായും കീഴ്പ്പെട്ട് ഒരു കുറ്റവും ചെയ്യാത്ത മൂത്ത മകനെയും നമുക്ക് കാണാം. 30-ാം വചനത്തിൽ വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്ന് മൂത്തപുത്രൻ പറയുന്നു. ഈ ഇളയ പുത്രനെ പാപികൾ, ചുങ്കക്കാരൻ എന്ന സ്ഥാനത്തിലെ നമ്മുടെ കർത്താവ് ഉപമപ്പെടുത്തുന്നു. 29-ാം വചനത്തിൽ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല എന്ന് മൂത്തപുത്രൻ പറയുന്നു. ഈ മൂത്തപുത്രന് നമ്മുടെ കർത്താവ് പരീശനോട് ഉപമപ്പെടുത്തുന്നു. പരീശൻ തങ്ങളുടെ നീതികളെ കുറ്റപ്പെടുത്താതെ ഇരിക്കുന്നത് പോലെ ഈ മൂത്ത മകനും ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഈ മൂത്തപുത്രനെ അനുകരിക്കാതെ ഇളയപുത്രനെ അപ്പൻ അംഗീകരിക്കുന്നു. മൂത്തപുത്രൻ ഇളയപുത്രനെ എതിർക്കുന്നത് പോലെ പരീശൻ പാവികളെയും ചുങ്കക്കാരനെയും എതിർക്കുന്നു. എന്തായാലും യേശു പറഞ്ഞ ഉപമകളിൽ നിന്ന് നമ്മുടെ കർത്താവ് പരീശനെതിരായും ചുങ്കക്കാരൻ പാപികൾക്ക് ആദരവായും ഇരിക്കുന്നു എന്നതിന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:48 പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവരിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് പരീശൻ ചോദിക്കുന്നു. എന്തായാലും ഈ തിരുവചനത്തിൽ പരീശന്മാരിൽ ഒരുവരും യേശുവിന് ആദരവായി ഇല്ല എന്നത് നാം മനസ്സിലാക്കണം. യോഹന്നാൻ 12:42 എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലതാനും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ തിരുവചനത്തിൽ പ്രമാണികൾ അനേകർ യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിച്ചാലും പരീശന്മാരെ പേടിച്ചിട്ട് അതിനെ ഏറ്റുപറയാൻ ശ്രമിച്ചില്ല എന്ന് നമുക്കിവിടെ കാണാം. പരീശന്മാർ അവർക്ക് വിരോധമായിരുന്നാലും യേശു ഒരു കൂട്ടം ജനങ്ങളെ തന്റെ പക്കൽ ചേർത്തിരുന്നു. ഇതിനെ കണ്ട പരീശരായ എതിരാളികൾ ആശ്ചര്യപ്പെട്ട് ഭ്രമിച്ചതായി നമുക്ക് കാണാം. യോഹന്നാൻ 12:19 ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഇതിനാൽ അവർ ഭ്രമിച്ച് ആശ്ചര്യപ്പെടുന്നു. പരീശന്മാർ എത്ര എതിരായിരുന്നാലും യേശു അനേക ജനങ്ങളെ തന്നോട് വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഈ സാഹചര്യത്തിൽ ശിമോൻ എന്ന പരീശൻ നമ്മുടെ കർത്താവിനെ വിരുന്നിന് ക്ഷണിച്ചതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:33
36 എഴുതപ്പെട്ടിട്ടുണ്ട്. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. ഏതു പരീശനും അവരെ ഏറ്റുകൊള്ളാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒരു പരീശൻ അവരെ ഏറ്റുകൊണ്ട സ്ഥാനത്തിൽ ഈ പാപിയായ സ്ത്രീ ചെയ്ത പ്രവൃത്തി യേശുവിനെ പരീശൻ വിമർശിക്കുന്ന സ്ഥാനത്തിൽ കൊണ്ടുവന്നതായി 39 വചനത്തിൽ നമുക്ക് കാണാം. നമ്മുടെ കർത്താവ് മൊത്തമായി ചുങ്കക്കാരൻ പാപികൾക്ക് ആദരവായും പരീശന്മാർക്ക് എതിരായും ഇരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇവൻ ചുങ്കക്കാരൻ പാപികൾക്ക് സ്നേഹിതർ എന്ന് എല്ലാ പരീശന്മാരും ഇവരുടെ മേൽ കുറ്റം പറയുന്നതായി ബൈബിളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 30-ാം വചനത്തിൽ പരീശന്മാരും ന്യായശാസ്ത്രികളും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി 23-ാം അധ്യായത്തിൽ ശാസ്ത്രികളെ പരീശന്മാരായുള്ളവരെ ഹാ നിങ്ങൾക്ക് കഷ്ടം എന്ന് നമ്മുടെ കർത്താവ് 7 പ്രാവശ്യം പറഞ്ഞതായി നമുക്ക് കാണാം. 13, 14, 15 വചനങ്ങളിലും 23, 25, 27, 29 ആയ വചനങ്ങളിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ പ്രകാരം എല്ലാ ശാസ്ത്രിമാരെയും പരീശരെയും ദൈവം തള്ളി ചുങ്കക്കാരെയും പാപികളെയും ചേർത്തതായി നമുക്ക് കാണാം. എന്തായാലും 2 രഹസ്യത്തിലുള്ള ശിഷ്യന്മാരായ പരീശനായ നിക്കോദെമോസും അരിമത്യക്കാരനായ യോസേഫുമാണ് യേശുവിനെ അടക്കം ചെയ്തത് എന്നത് കുറിപ്പിടക്കൂടിയത്. ഈ ദൃഷ്ടാന്തങ്ങളെ നാം ഏറ്റുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.